അല്ല മക്കളെ, +1 ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും നിങ്ങൾ പ്രതീക്ഷിച്ച സ്കൂൾ തന്നെ ലഭിച്ചു കാണും. പക്ഷേ ഒരു ചിലർക്ക് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്കൂൾ ലഭിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത സ്കൂൾ എന്താണ് കിട്ടിക്കാണില്ല. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ട്രാൻസ്ഫറിനകത്ത് വീണ്ടും അപ്ലൈ ചെയ്യുക, വീണ്ടും ശ്രമിക്കുക നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത സ്കൂൾ ലഭിക്കുന്നതിന് വേണ്ടി. ഒറ്റ കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഏത് സ്കൂളായാലും നിങ്ങൾ നൽകുന്ന ഒരു സാഹചര്യമാണ്, നിങ്ങൾ പഠിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് ഈ 2 വർഷം ആവശ്യം. നിങ്ങൾ പഠിക്കാൻ മനസ്സ് കാണിക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം എക്കാലവും ഞങ്ങളുണ്ടായിരിക്കും. നമ്മൾ അതിഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ നമ്മുടെ 11th and 12th ഏറ്റവും മനോഹരമാക്കി മാറ്റി നമ്മുടെ ഫ്യൂച്ചർ ലൈഫ് നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. സോ എല്ലാ മക്കളും എവിടെയാണ് പഠിക്കുന്നത് അത് ഗംഭീരമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും ഈ നിമിഷം 11th ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും ഒരുപാട് പഠിക്കുവാൻ വേണ്ടി ഉണ്ടെന്ന് പറയുന്ന ഒരു സാഹചര്യമായിരിക്കും. സത്യമാണ്, പഠിക്കാൻ വേണ്ടിയുണ്ട്. പക്ഷേ നമുക്ക് വളരെ പ്ലാൻഡായി പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ കാണുന്ന എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. ലാസ്റ്റ് അക്കാദമിക് ഇയറിനകത്ത് 25 വിദ്യാർത്ഥികളാണ് സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ പഠിച്ച് ഫുൾ മാർക്ക് നേടിയത്. അപ്പോൾ നമ്മൾ കൊണ്ട് സാധിക്കുമെന്ന് എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞു. സോ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്? ഓരോ മാസം നമ്മൾ ഏതെല്ലാം പാഠം പഠിക്കണമെന്ന് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം. ഞാൻ ജൂൺ മാസം കഴിയാൻ വേണ്ടി പോകുന്നു, ജൂൺ മാസം ഞാൻ പാഠങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, ജൂലൈ മാസം എത്ര പാഠം പഠിക്കണം എന്നെല്ലാമാണ് ഈ നിമിഷം നിങ്ങൾ ചിന്തിക്കേണ്ടത്. കൃത്യമായി സ്ട്രക്ചർഡായി പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക. നമ്മൾ മാത്സിൻ്റെ ചാപ്റ്റർ ഡിവിഷനിലേക്ക് വരുമ്പോൾ മൊത്തമായിട്ടും അറിയാമായിരിക്കും 14 പാഠമാണ് നമുക്ക് മാത്സിനകത്ത് പഠിക്കാൻ വേണ്ടിയുള്ളത്. ഇതിൽ ജൂൺ മാസം നിങ്ങൾ ഏതെങ്കിലും പാഠം പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നിർബന്ധമായിട്ട് പഠിക്കണം. ഒന്നാമത്തെ പാഠം എല്ലാ മക്കളും ജൂൺ മാസം തന്നെ പഠിച്ചു തീർത്തിരിക്കണം. നമ്മുടെ അഗ്നി ബാച്ചിനെ നമ്മളെന്താണ് ഓൾറെഡി ഒന്നാമത്തെ പാഠം കഴിഞ്ഞ് 2ാമത്തെ പാഠം ആരംഭിച്ചു കഴിഞ്ഞു. സോ ഒന്നാമത്തെ പാഠം സെറ്റ്സ് വളരെ ഈസിയായ ചാപ്റ്ററാണ്. അഗ്നി ബാച്ചിൽ പഠിച്ചു കഴിയുമ്പോൾ അഗ്നി ബാച്ചിലെ മക്കളുടെ ഈ കാണുന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം സെറ്റ്സ് എന്നുള്ള ചാപ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു, വളരെ ഈസിയല്ല പഠിക്കാൻ വേണ്ടിയെന്ന്. പക്ഷേ ബോർഡ് എക്സാമിന് നമുക്ക് 4 മുതൽ 7 മാർക്ക് വരെയാണ് ഈ ചാപ്റ്റർ ചോദിക്കാറ്. നമ്മൾ ഒന്നാമത്തെ പാഠം ജൂൺ മാസം പഠിച്ചു കഴിഞ്ഞു. ജൂലൈ മാസം കാണുമ്പോൾ, ജൂലൈ മാസം എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഏതെല്ലാം പാഠമാണ് പഠിക്കേണ്ടത്? ജൂലൈ മാസം നിങ്ങൾ ആദ്യ വാരം തന്നെ നിർബന്ധമായിട്ടും 2ാമത്തെ പാഠമായിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പഠിച്ചിരിക്കണം. മാക്സിമം നമുക്ക് പറയുകയാണെങ്കിൽ ജൂലൈ 2nd വീക്ക് വരെ. എന്തുകൊണ്ട് നമ്മൾ ധൃതിയിൽ ഈ 2 പാഠം പഠിച്ചു തീർക്കണം എന്നൊരു ചോദ്യമുണ്ട്. വേറെ ഒന്നുമല്ല, 3ാമത്തെ പാഠം ട്രിഗണോമെട്രി. ഒരിക്കലും ഈസിയായ ചാപ്റ്ററല്ല. ഒരുപാട് പഠിക്കാൻ വേണ്ടിയുള്ള ഈ ഒരു ചാപ്റ്റർ, ഒരുപാട് ഫോർമുലാസ് പഠിക്കാൻ വേണ്ടിയുള്ള ഈ ഒരു ചാപ്റ്റർ ഒരുപാട് സമയമെടുത്ത് മാത്രമേ പഠിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 3rd ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരുപാട് ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ജൂലൈ ഹാഫിനുള്ളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും റിലേഷൻസ് പഠിച്ച് തീർത്തിരിക്കണം. ജൂലൈ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ട്രിഗണോമെട്രിക്ക് വേണ്ടി മാറ്റിവെക്കണം. എന്താണ് ട്രിഗണോമെട്രിയുടെ ഇമ്പോർട്ടൻസ്? മക്കളെ വേറെ ഒന്നുമല്ല, ട്രിഗണോമെട്രി ഈസിയായി മാത്രമാണ് നമുക്ക് 11th തന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് വേറൊരു ചാപ്റ്ററിൻ്റെ വലിയ പാഠമുണ്ട്. ആ കാണുന്ന പാഠത്തിലേക്ക് നമുക്ക് ഈസി ട്രാൻസ്ഫർ ഉണ്ടാവുകയുള്ളൂ. ട്രിഗണോമെട്രി ഈസിയായി മാത്രമാണ് നമുക്ക് 12th ഒരുപാട് പാഠങ്ങൾ ഈസിയായി മാറുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ അത്രമേൽ ഒരു കോറാണ്, അത്രമേൽ ബേസ് ആണെന്ന് എല്ലാവരും മനസ്സിലാക്കി വയ്ക്കാം. അതിലുപരി ട്രിഗണോമെട്രി നമുക്ക് ബോർഡ് എക്സാമിന് 9 മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ. അപ്പോൾ ആദ്യ 3 പാഠം പഠിക്കുമ്പോൾ തന്നെ സെറ്റ്സ്, റിലേഷൻസ്, ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഈ കാണുന്ന 3 പാഠം പഠിക്കുമ്പോൾ തന്നെ 9 + 7 + 4 നമുക്ക് വളരെ സുഖമായിട്ട് തന്നെ 20 മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അതായത് നമ്മൾ പാസ് മാർക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. സോ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് നമുക്ക് ഇത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സുഖമായിട്ട് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ബാക്കിയുള്ള പാഠങ്ങളെല്ലാം തന്നെ പഠിച്ചുകൊണ്ട് ഫുൾ മാർക്കിലേക്കുള്ള യാത്ര ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ എല്ലാ മക്കളും ഈ പറയുന്ന ജൂൺ ജൂലൈ മാസത്തിൽ ഈ 3 പാഠങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആൻഡ് ഈ കാണുന്ന 3 പാഠങ്ങളും ഏറ്റവും ഗംഭീരമായി നമ്മൾ അഗ്നി ബാച്ചിലും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജൂലൈ മാസം എത്തുമ്പോഴേക്കും. ആൻഡ് ആഗസ്റ്റ് മാസം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് റിവൈസ് എല്ലാം ചെയ്ത് സ്കൂളിനകത്ത് മിക്കവാറും ഫസ്റ്റ് ടൈം എക്സാം ഉണ്ടാവും. ആ കാണുന്ന ഫസ്റ്റ് ടൈം എക്സാമിന് എല്ലാവരും പോകണം. മാക്സിമം നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന 3 + 1 കൂടി വേണം ഉൾപ്പെടുത്താം. കോംപ്ലക്സ് നമ്പേഴ്സ് 4 പാഠമായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സാമിന് ഉണ്ടാവുക. സോ എല്ലാ മക്കളും ഇങ്ങനെ പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. വേറെ ഒന്നുമല്ല, ഇങ്ങനെ പഠിച്ചാലാണ് നമുക്ക് നമ്മുടെ സിലബസ് ഡിസംബർ മാസം വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഡിസംബർ മാസം തീർത്താൽ മാത്രമാണ് നമുക്ക് ജനുവരി ആൻഡ് ഫെബ്രുവരി ഹാഫ് വരെ കംപ്ലീറ്റ് ടോപ്പിക്സ് വീണ്ടും റിവൈസ് ചെയ്ത് നമ്മുടെ പഠനം ഏറ്റവും ഗംഭീരമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ എല്ലാ മക്കളും ഈ രീതിയിൽ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മൾ ഈ മറ്റു വീഡിയോസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും. ബൈ ഓൾ ആൻഡ് അഗ്നി ബാച്ച് അഡ്മിഷൻ കമ്മിറ്റി താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും താഴെ കാണുന്ന ഫോൺ നമ്പർ 9994000800 ഇപ്പോൾ തന്നെ വിളിക്കുക. നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ 2.0 ബാച്ച് ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും അതിവേഗം അഗ്നി ബാച്ച് ജോയിൻ ചെയ്യൂ. നമുക്ക് അഗ്നി ബാച്ച് കണ്ടുമുട്ടാം. ബൈ ഓൾ. താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം സൈലം ലേണിംഗ്.